ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇച്ചായനും കുഞ്ഞാറ്റിയും ഒഫീഷ്യലി ഡിവോഴ്സ്ഡ് ആയി എന്ന് പറഞ്ഞിട്ട് ഇച്ചായൻ അല്ലെങ്കിൽ അമൽ അദ്ദേഹത്തിന്റെ ഒരു ചാനലില് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ അവര് കേസ് കൊടുത്തിട്ടൊക്കെ കുറച്ചായിട്ടേ ഉള്ളൂ, 2-3 മാസങ്ങളായിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും അവർ ഡിവോഴ്സ് ആയി. അപ്പൊ അതിന്റെ ഇടയിലൊക്കെ ഒരുപാട് കമന്റ് ഉണ്ട്, എങ്ങനെയാണ് ഇത്ര വേഗം ഡിവോഴ്സ് ആവുന്നത്, അല്ലെങ്കിൽ 2 വർഷമൊക്കെ എടുക്കില്ലേ, അല്ലെങ്കിൽ ഇത്ര സിറ്റിങ്ങും ഇത്ര വാദവും ഒക്കെ കഴിഞ്ഞിട്ടല്ലേ ഡിവോഴ്സ് ആവുള്ളൂ, എങ്ങനെയാണ് ഇത്ര വേഗം ഡിവോഴ്സ് ആയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ ഉണ്ട്. ഒരു പക്ഷെ ഒരു മ്യൂച്വൽ ആയിട്ട് ഡിവോഴ്സ് ആയതായിരിക്കാം. ഇപ്പൊ നമ്മുടെ മുകേഷ് MLA രണ്ടാമത്തെ വിവാഹം കഴിച്ച സമയത്ത്, മേതിൽ ദേവികയെ വിവാഹം കഴിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയായ സരിത വന്നിട്ട് ഇതേപോലെ ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹം രണ്ടാമത് വിവാഹം കഴിച്ചതെന്ന് പറഞ്ഞിട്ട് വലിയ വിവാദം ഉണ്ടാക്കിയിരുന്നു. അത് മുകേഷ് ഡിവോഴ്സിന്റെ പേപ്പർ എടുത്ത് കാണിച്ചു, ഞാൻ ഡിവോഴ്സ് ആയതാണ്, ഞാൻ ഈ പേപ്പർ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ സരിത അറിയുക പോലും ചെയ്യാതെ അവർ ഡിവോഴ്സ് ആയി എന്നുള്ളതാണ്. അപ്പോൾ മ്യൂച്വൽ ആയിട്ട് എപ്പോഴെങ്കിലും ഒരു ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരൊരു പക്ഷേ പിരിഞ്ഞത് അങ്ങനെയായിരിക്കാം, അത് സരിത അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതേപോലെ തന്നെയായിരിക്കാം ഒരു പക്ഷേ ഈ സംഭവം. സരിത, ഈ മുകേഷിന്റെ വൈഫ് സരിത ഇതേപോലെ തന്നെ അമേരിക്കയിൽ എവിടെയായിരുന്നു, അതേപോലെ തന്നെ ഈ പറയുന്ന ഇച്ചായനും കുഞ്ഞാറ്റ ഇതേപോലെ വിദേശത്താണുള്ളത്. അപ്പൊ അങ്ങനെ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒപ്പിലൂടെ അവർ പിരിഞ്ഞതായിരിക്കാം. എന്തായാലും അവർ ഒഫീഷ്യലി ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരു തീരുമാനം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൊതുവെ കുട്ടികളുടെ കാര്യത്തിലും ആ സമയത്ത് തീരുമാനം എടുക്കുമായിരിക്കും, അതിനെക്കുറിച്ചൊന്നും അമൽ പറഞ്ഞില്ല. എന്തായാലും കുറച്ച് ദിവസം മുന്നേ കുഞ്ഞാറ്റയുടെ ചാനലിലൂടെ ഒരു സ്റ്റേറ്റ്മെന്റ്, എന്ന് വെച്ചാൽ മിക്കുവിന്റെ അച്ഛനാണ് അമലിന് എപ്പോൾ വേണമെങ്കിലും മിക്കുവിനെ കാണാനുള്ള അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഒരു നന്നായിട്ട് നല്ലൊരു തീരുമാനം എന്നുള്ള പോലെ അങ്ങനെ ഒരു കാര്യം പറയുകയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് കേട്ടിട്ട് അമല് ഈ മിക്കുവിനെ കാണാൻ വേണ്ടിയിട്ട് മിക്കു പഠിക്കുന്ന സ്കൂളിലേക്ക് ചെന്നു. സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ ചേർത്തിട്ടുള്ള വ്യക്തി, എന്ന് വെച്ചാൽ കുഞ്ഞാറ്റിയുടെ അമ്മ, ഒരിക്കലും അമല് വന്നാൽ കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല എന്ന് സ്കൂളിൽ അധികൃതർ പറഞ്ഞു. അമലിന് കുട്ടിയെ കാണാൻ പറ്റിയില്ല. അമല് വളരെ വിഷമത്തോടു കൂടെ വീഡിയോ ചെയ്തു. നമ്മൾ ഈ ചാനലിൽ ആദ്യം മുതൽ കുഞ്ഞാറ്റിയുടെ ഡിവോഴ്സ് കേസ് വന്ന മുതൽ കുഞ്ഞാറ്റിയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുള്ളത്. കാരണം ഈ അമൽ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ആദ്യകാലം മുതലേ വീഡിയോ കാണുന്നതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, തീരെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ല, അല്ലെങ്കിൽ അത്രയും കാലം കുഞ്ഞാറ്റ സഹിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് തോന്നുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു അവരുടെ ചാനലിലൂടെ നമ്മളത് കാണുമ്പോൾ. അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്തിട്ട്, അമലിനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ വീഡിയോയെ ചെയ്തിട്ടില്ല. പക്ഷെ ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞാറ്റയ്ക്ക് ഈ കുട്ടിയെ മിക്കുവിനെ അമൽ കാണുന്നതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഒരിക്കലും ഈ ചാനലിലൂടെ വന്നിട്ട് ആളുകളുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പ്രസ്താവനകൾ നടത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ. ഇപ്പൊ അമല് പറയുന്നുണ്ട്, അവര് പലപ്പോഴും പറയുന്നുണ്ട് ഞാൻ എൻ്റെ കുട്ടിക്ക് മദ്യം കൊടുത്തു എന്ന് ആ കുട്ടി പറയുന്ന വീഡിയോ ചിത്രീകരിച്ച് കുഞ്ഞാറ്റ കയ്യിൽ വെച്ചിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് അവർ വില വെച്ചിരുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ അമല് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമലത് മുൻകൂർ ജാമ്യം പോലെ പറഞ്ഞതായിരിക്കണം. അമല് ശരിക്കും കുട്ടിക്ക് മദ്യം കൊടുത്തു എന്നൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ കുഞ്ഞാറ്റ ഈ ചാനലിലൂടെ വന്നിട്ട് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയാന്നല്ലാതെ ഈ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് അമൽ അച്ഛൻ തന്നെയാണ്, അച്ഛൻ്റെ അവകാശങ്ങൾ അങ്ങനെ, അച്ഛൻ അങ്ങനെ നോക്കിക്കോട്ടെ, അങ്ങനെയൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥം ഉണ്ടായിരുന്നില്ല. എന്തായാലും അമല സ്കൂളിൽ ചെന്നിട്ട് ഈ കുട്ടിയെ കാണാൻ പറ്റാതെ വളരെ വിഷമത്തിലാണ് തിരിച്ചു വന്നത്. അമൽ എന്നിട്ട് വീഡിയോ ചെയ്തിട്ട് ഞാൻ ആ കുട്ടിയുടെ അച്ഛനല്ലേ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടൊരു വീഡിയോ ചെയ്തു, സങ്കടത്തിലൊരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷെ അതിലൊന്നും കാര്യമില്ല. നമ്മളിപ്പോൾ ഓഡിയൻസിനോട് അല്ലെങ്കിൽ ഇത് കാണുന്ന ആളുകളോട്, വ്യൂവേഴ്സിനോട് വന്നിട്ട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞതുകൊണ്ട് ഇതിലൊന്നും യാതൊരു തീരുമാനം ആവാൻ പോകുന്നില്ല. ഇത് കോടതി വഴി പോയാൽ മാത്രമേ അച്ഛനെ കാണാനുള്ള അവകാശമാണെങ്കിലും അച്ഛനെ വളർത്താനുള്ള അവകാശമാണെങ്കിലും ഒക്കെ നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കുഞ്ഞാറ്റ അല്ലെങ്കിൽ ഇച്ചായ എന്ന് പറയുന്ന വ്യക്തി അതെ ചാനലിലൂടെ പറഞ്ഞ് കുറച്ച് വ്യൂസ് കൂട്ടാന്നോ അല്ലെങ്കിൽ കണ്ടന്റ് ആക്കാന്നോ മാത്രമേ ഏണിങ്സ് ഉണ്ടാക്കാന്നുള്ള രീതിയിലായിരിക്കാം അത് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ചിലപ്പോൾ പ്രേക്ഷകരെ, അത് കാണുന്ന വ്യൂവേഴ്സിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടെ പറഞ്ഞതായിരിക്കും. ഇപ്പോൾ ആദ്യം ഈ ഡിവോഴ്സ് കേസ് വന്ന സമയത്ത് ഈ ഇച്ചായ എന്ന് പറയുന്ന വ്യക്തി വളരെ സൈലന്റ് ആയിരുന്നു. പുതിയ ചാനൽ തുടങ്ങിയെച്ചാലും ഈ കുഞ്ഞാറ്റയെ കുറിച്ച് വളരെ മോശം പറയാനോ ഒന്നിനും തയ്യാറായില്ല. കാരണം എന്താന്ന് വെച്ചാൽ അന്ന് കുഞ്ഞാറ്റയുടെ കയ്യിൽ കുറേ തുറുപ്പ് ചീട്ടുകൾ ഉണ്ടായിരുന്നു, ഈ അമല് ചെയ്തു വെച്ച കുറേ കാര്യങ്ങളുടെ തെളിവുകൾ. ഇപ്പൊ അമല് വേറുള്ള വ്യക്തികളുമായിട്ട് ചാറ്റ് ചെയ്യുന്നു, വളരെ മോശമായിട്ടുള്ള സെക്സ് ചാറ്റുകൾ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ തെളിവുകൾ കുഞ്ഞാറ്റയുടെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമലിനൊരു പേടി ഉണ്ടായിരുന്നു, ഇത് കുഞ്ഞാറ്റ പുറത്തു വിടുവോ എന്നൊക്കെയുള്ള പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം പുറത്തു പോയി കഴിഞ്ഞ സമയത്ത് ഈ അമൽ എന്ന് പറയുന്ന വ്യക്തിക്ക് പിന്നെ മുൻപിൻ നോക്കാനില്ല. നമ്മൾ പറയില്ല ആകെ മുങ്ങിയ കുളിരില്ല എന്ന്, അതുപോലെയായിരുന്നു അമലിന്റെ അവസ്ഥ. അതുകൊണ്ട് ഇപ്പൊ അമലിന് അങ്ങനത്തെ യാതൊരു ഭയവും ഇല്ല. അതുകൊണ്ടാണ് അമല് ഈ കുട്ടീനെ കാണാൻ പോകുന്നതും കാണിക്കില്ല പറയുമ്പോൾ വിഷയം ഉണ്ടാക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. പിന്നെ വേണമെങ്കിൽ വീട്ടിൽ പോയി കാണാം എന്നുള്ള രീതിയിൽ അതിന് അമലിന് താല്പര്യമില്ല എന്ന് പറയുന്നു. കാരണം കുഞ്ഞാറ്റയുടെ അമ്മ മോശമായിട്ട് പെരുമാറാൻ സാധ്യതയുണ്ട്, അവിടെ പോകാൻ എനിക്ക് താല്പര്യമില്ല എന്നും പറയുന്നുണ്ട്. പിന്നെ നമ്മളെപ്പോഴും ഈ കുഞ്ഞാറ്റ എന്ന് പറയുന്ന വ്യക്തി സപ്പോർട്ട് ചെയ്ത് പറയുന്നത് കൊണ്ട് അമലിന്റെ ഭാഗം കാണാതിരിക്കുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ
അമൽ എന്ന് പറയുന്ന വ്യക്തി കുഞ്ഞാറ്റയെ വിവാഹം കഴിച്ച അന്ന് മുതൽ എന്ന് പറയാം, അല്ലെങ്കിൽ പിറ്റേ ദിവസം മുതൽ എന്ന് പറയാം, സ്വന്തം വീട് വിട്ടിട്ട് അച്ഛനെയും അമ്മേനെയും അനിയനെയും ഒക്കെ വിട്ടിട്ട് കുഞ്ഞാറ്റയുടെ കൂടെ വന്ന് താമസിച്ചതാണ്. കുഞ്ഞാറ്റയുടെ വീട്ടിലല്ലെങ്കിലും കുഞ്ഞാറ്റയുടെ വീടിന്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ, കുഞ്ഞാറ്റയുടെ വീട് പെരുമ്പാവൂർ ഭാഗത്ത് എവിടെയാണ്. അപ്പോൾ ഈ പെരുമ്പാവൂര് ചുറ്റി ഉള്ള ഭാഗങ്ങളിലാണ് അവർ അത്രയും കാലം, ഇത്ര വർഷം 8 വർഷവും വാടകയ്ക്ക് താമസിച്ചതെന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ എന്ത് സപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാലും ഈ അമൽ എന്ന് പറയുന്ന വ്യക്തി കുഞ്ഞാറ്റയെ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഈ സ്വന്തം വീട് വിട്ടിട്ട് കുഞ്ഞാറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വന്നു നിന്നത്. ഒരുപക്ഷെ കുഞ്ഞാറ്റയുടെ കയ്യിൽ വരുമാനം ഉള്ളത് കൊണ്ടും അതുകൊണ്ടായിരിക്കാം എന്ന് പറയാം. കാരണം കുഞ്ഞാറ്റ പണ്ട് വർക്കിനൊക്കെ പോയിരുന്ന സമയത്ത് ഈ അമലിന് ക്യാഷ് കൊടുക്കുകയായിരുന്നു, കൂലി പോലെ കൊടുക്കുകയായിരുന്നു എന്നൊക്കെയുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും അമലിന്റെ ഭാഗം ചിന്തിക്കുമ്പോൾ സ്വന്തം അച്ഛനെയും അമ്മേനെയും വിട്ടിട്ട് ഒരു വിവാഹ ബന്ധത്തിന് വേണ്ടിയിട്ട് വന്ന് കൂടെ നിന്ന ഒരാളാണ്. ആ ആളെയാണ് ഇപ്പൊ ഈ ഡിവോഴ്സ് ആയിട്ട് പോകുന്നത്. അപ്പൊ ഈ കുട്ടി എന്ന് പറയുന്നത് നമ്മളിപ്പോ വലിയ തെറ്റുകളൊന്നും ഇല്ലാത്തൊരു അച്ഛനാണെങ്കിൽ ആ കുട്ടിയുടെ മേത്ത അച്ഛന് അവകാശം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്ന ഒരു അച്ഛനോ അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരാള്, മദ്യപിച്ച് ഉപദ്രവിക്കുന്ന ആള്, അങ്ങനത്തെ ഒക്കെ ഒരാളുടെ കൂടെ കുട്ടിയെ വിടണമെന്നൊന്നും ആരും പറയില്ല. പക്ഷെ കുറച്ചെങ്കിലും ഒരു സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ള ആളാണെങ്കിലും, നമ്മളിപ്പോൾ അവരുടെ ചാനൽ കാണുമ്പോൾ ഈ മിക്കു എന്ന് പറയുന്ന വ്യക്തിയോട് അമലിനുള്ള സ്നേഹം നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ളത് വ്യക്തിയെ പൂർണ്ണമായിട്ടും ഒരു വിവാഹബന്ധം വേർപ്പെടുത്തി വെച്ചിട്ട് അച്ഛൻ മോശാന്ന് പറഞ്ഞ് പഠിപ്പിക്കുക, എന്നിട്ട് അച്ഛനെ കാണാൻ സമ്മതിക്കാതിരിക്കുക, അതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഈ അമല് വളരെ വിഷമത്തോടു കൂടെ പറയുന്നുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുൻപ് 2017 ആ സമയത്ത് ഞങ്ങൾ തമ്മിൽ ഇതേപോലെ പ്രശ്നം ഉണ്ടായപ്പോൾ ഇതേ സ്കൂളിൽ, ആ സ്കൂളുമായിട്ട് അമലിന് വളരെ അടുത്ത ബന്ധമുണ്ട്. കാരണം അമലിന്റെ റിലേറ്റീവ്സ് ഒക്കെ അവിടെ ടീച്ചറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അമ്മയുടെ സിസ്റ്ററോ അങ്ങനെ ആരൊക്കെയോ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടുത്തെ പള്ളിയിലച്ഛനൊക്കെ ഇവരുടെ പല വിഷയങ്ങളും വന്ന സമയത്ത് ഇടപെട്ടിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് ഒരിക്കൽ കോംപ്രമൈസ് ടോക്ക് നടക്കുമ്പോൾ കുഞ്ഞാറ്റ അമലിനെ അടിച്ചിട്ടുണ്ട്, ചെവിക്കല്ല് നോക്കി അടിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അമല് പറയുന്നുണ്ട്. അപ്പൊ അത്രയും അടുപ്പുള്ള ഒരു സ്കൂളിലാണ് ഈ കുട്ടി പഠിക്കണേ. എന്നിട്ട് പോലും ആ കുട്ടിയെ കാണിക്കാൻ അവരാരും തയ്യാറായില്ല, അമലിന് കാണിച്ചു കൊടുക്കാൻ തയ്യാറായില്ല എന്നുള്ളത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഒരു സ്നേഹം ഉള്ള ഒരു അച്ഛനാണെങ്കിൽ ആ കുട്ടിയെ കാണാതിരിക്കുക. വളരെ ചെറിയൊരു കുട്ടിയാണ് ഈ മിക്കു പറയുന്നത്. അപ്പോൾ കുറച്ച് വലിയ മുതിർന്ന കുട്ടിയാണെങ്കിൽ പോട്ടെ എന്ന് വെക്കുക, അതൊരു കുഞ്ഞു കുട്ടിയാണ്. ആ കുട്ടിയോടുള്ളൊരു കാണാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ ഉള്ളത് വളരെ ക്രൂരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇപ്പൊ പഴയ പോലെയല്ല, പണ്ട് എന്ന് പറഞ്ഞാൽ കുഞ്ഞാറ്റയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമന്റുകൾ മാത്രമേ കുഞ്ഞാറ്റയുടെ ചാനലിലും അമലിന്റെ ചാനലിലും ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഈ ആളുകൾ മാറി മറിഞ്ഞു വരും എന്നുള്ളതാണ്. ഇപ്പൊ കുഞ്ഞാറ്റ എന്ന് പറഞ്ഞാൽ പഴയ ആ ഒരു കഷ്ടപ്പെടുന്ന കുഞ്ഞാറ്റ മാറിക്കഴിഞ്ഞിട്ട് യൂറോപ്പിലൊക്കെ പോയിട്ട് നല്ല അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു കുഞ്ഞാറ്റയെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കമന്റ് ബോക്സ് മാറി മറിയും. അമല് ഇവിടെ ഭയങ്കര സെന്റി അടിച്ചിട്ടുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ കുഞ്ഞാറ്റ അവിടെ അടിച്ചു പൊളിച്ച് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു സഹതാപതരംഗം എന്ന് പറയുന്ന കാര്യം അമലിന്റെ നേരെ മാറുകയാണ്. പിന്നെ അതേപോലെ ഒരു ഡിവോഴ്സ് ആയ വ്യക്തി അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് പിരിഞ്ഞിരിക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ ആളുകൾ ഭയങ്കര ഭൂതക്കണ്ണാടി വെച്ച് നോക്കിക്കൊണ്ടിരിക്കും. ആ സമയത്ത് കുഞ്ഞാറ്റയുടെ ചാനലിൽ കുഞ്ഞാറ്റയുടെ ഒരു ഫ്രണ്ടിന്റെ കൂടെ, ഒരു എന്തോ അനൂപ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിന്റെ കൂടെ ഒരു ഇറ്റലിയിൽ എന്തോ ഒരു എക്സാം എഴുതാൻ പോകുന്നു. അപ്പോൾ അവർ രണ്ടുപേരും ഒന്നിച്ചുള്ള വീഡിയോസ്, അവരൊന്നിച്ച് പോകുന്നത്, യാത്ര ചെയ്യുന്നത്, അങ്ങനത്തെയൊക്കെ വീഡിയോസൊക്കെ ചാനലിലൂടെ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇടയിൽ നെഗറ്റീവ് കമന്റുകൾ വരാൻ തുടങ്ങും. ആ ഒരു വീഡിയോനെ കുറിച്ച് മോശമായിട്ടല്ല പറയുന്നത്, അതിന്റെ ടാഗൊക്കെ ബ്രദർ എന്നൊക്കെ ഉള്ള പോലെ ആയിരുന്നു. പക്ഷെ അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. എല്ലാവരും വളരെ മോശമായിട്ടാണ് അതിനെക്കുറിച്ച് കമന്റുകൾ ഇടുന്നത്. ഈ അമൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ചാനലിൽ ചെന്നിട്ട് അവളവിടെ അങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുകയാണ്, അവൾക്ക് വേറെ കാമുകനുണ്ട്, അല്ലെങ്കിൽ വേറെ ആളെ കിട്ടിയപ്പോൾ ഒഴിവാക്കി, അങ്ങനത്തെയൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള കമന്റുകളും വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇതേപോലെ തന്നെയുള്ള ഒരു ചാനലാണ് അവിനാശിന്റെയും സ്വാതി. അപ്പൊ അവരും ഇതേപോലെ ഡിവോഴ്സ് ആയ സമയത്ത് അതേ ഒരു രീതിയിൽ ഇപ്പൊ ഈ കുഞ്ഞാറ്റയെ കുറിച്ചും പറയുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഡിവോഴ്സ് ആകുമ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടി ആരുടെ കൂടെ എന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടായിരിക്കും. പൊതുവെ കോടതി അങ്ങനെ ക്രൂരമായിട്ട് അച്ഛനെ ഒരിക്കലും കാണിക്കരുത് അങ്ങനെയൊന്നും പറയാൻ സാധ്യതയില്ല. പിന്നെ അച്ഛനെതിരെ അത്ര മോശമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ കോടതി അങ്ങനെ ചെയ്യുമായിരിക്കും. എന്തായാലും ഇനി കൂടുതൽ കാര്യമൊക്കെ അമല് പറയുമായിരിക്കാം. എന്തായാലും ഒരു കുട്ടി നമ്മൾ ഡിവോഴ്സ് ആയി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് കുട്ടികളാണ് എന്നുള്ളതാണ്. ഒരു ഡിവോഴ്സ് ആവും അല്ലെങ്കിൽ ഒരു വിവാഹം കഴിഞ്ഞ് അത് ശരിയാവുന്ന ബന്ധമല്ല, ഇത് ബുദ്ധിമുട്ടുണ്ട്, മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപക്ഷെ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് നമുക്ക് മനസ്സിലായി കഴിയുകയാണെങ്കിൽ ഈ കുട്ടികളെ ഈ വിവാഹത്തിന്റെ ഇടയിൽ കൊണ്ടുവരാതിരിക്കുകയാണ് ചെയ്യാവുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്നുള്ളത്. കാരണം ഈ ഭാര്യയോ ഭർത്താവോ ഒന്നുമല്ല ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, ഈ കുട്ടികൾ തന്നെയാണ്. അവരൊരുപാട് വിഷമിക്കും. അച്ഛനാണോ ശരി, അമ്മയാണോ ശരി? അമ്മ കുറെ അച്ഛന്റെ കുറ്റം പറഞ്ഞു കൊടുക്കും, അച്ഛൻ കാണുമ്പോൾ കുറെ അമ്മയുടെ കുറ്റം പറഞ്ഞു കൊടുക്കും, ബന്ധുക്കൾ കുറെ, അച്ഛൻ വീട്ടുകാർ കുറെ അമ്മ വീട്ടുകാരെ കുറ്റം പറയും, അമ്മ വീട്ടുകാർ കുറെ അച്ഛൻ വീട്ടുകാർ, കുട്ടികൾ ഒരുപാട് ഇതിന്റെ ഇടയിൽ കിടന്ന് ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ആ കുട്ടിക്ക് ഉണ്ടാവാതിരിക്കാനെങ്കിലും ഈ അമലും കുഞ്ഞാറ്റിയും ശ്രദ്ധിക്കാന്നേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി.